നമസ്കാരം. മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അർജുനായുള്ള കാത്തിരിപ്പിന്റെ 12ാം ദിവസമാണ്. ഇപ്പോഴും ഗംഗാവലി പുഴയ്ക്കുള്ളിലെ മൺകൂനയിലാണ് ഇപ്പോൾ നേവിയുടെ സ്കൂബ സംഘവും കടലിന്റെ മക്കൾ ഒക്കെ തിരച്ചിൽ നടത്തുന്നത്. ആ മൺകൂനയിൽ അതിന്റെ അടിത്തട്ടിൽ അർജുന്റെ ക്യാബിൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ, അർജുന്റെ ട്രക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ട്രക്കിൽ അർജുൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ നോക്കിക്കാണുന്നത്. അതിനിടയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മത്സ്യത്തൊഴിലാളി 3 അംഗ സംഘമാണ്, ദൗത്യ സംഘമാണ്, മത്സ്യത്തൊഴിലാളി സംഘം വിദഗ്ധരായിട്ടുള്ളവർ ഈ ശിരൂരിൽ എത്തിയത്. ആ എത്തിയ ദൗത്യ സംഘത്തിന്റെ ഈശ്വർ മാൽപേ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി, വടം കെട്ടിയാണ് പുഴയിലേക്ക് ഇറങ്ങിയത് ഈ തിരച്ചിലിനായി. ഈ തിരച്ചിൽ നടത്തുന്നതിനിടയ്ക്ക് വടം പൊട്ടി അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. ആ ഒഴുക്കിൽപ്പെട്ട അദ്ദേഹത്തെ നാവികസേന രക്ഷിച്ച് കരക്കെത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ പ്രതീക്ഷയിലാണ് ഈ കടൽ മക്കൾ. ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ അർജുന്റെ കുടുംബത്തിനാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കാണെങ്കിലും അർജുനെ ഇപ്പോൾ അറിയാവുന്ന മലയാളികൾക്കൊക്കെ ആണെങ്കിലും വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭിക്കുമെന്നുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം, മേജർ ജനറൽ ഇന്ദ്രബാലനൊക്കെ ഈ ദൗത്യം നിർത്തി അദ്ദേഹമൊക്കെ മടങ്ങിയ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും റിപ്പോർട്ടുകൾ, കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അർജുനെ തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളി സംഘം എത്തിയത്. അവർ മുങ്ങൽ വിദഗ്ധരാണ്. അറബിക്കടലിൽ ഉൾപ്പെടെ മുങ്ങാൻ കുഴിയിട്ട പല ജീവനുകൾ, ഏകദേശം 1000-ൽ പരം ആളുകളെ കരയിലേക്ക് എത്തിച്ചവരാണ്. ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എത്തിച്ച അത്രത്തോളം പ്രാഗൽഭ്യമുള്ളവരാണ് ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇപ്പൊ പുഴ വലിയ രീതിയിൽ കുത്തി ഒഴുകുകയാണ്. ഒരു തരത്തിലും കാലാവസ്ഥ അനുകൂലമാകുന്നില്ല. ഒരു തരത്തിലും ഈ ഇറങ്ങുന്നവർക്ക്, ഈ ദൗത്യത്തിനായി ഇറങ്ങുന്നവർക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുത്തൊഴുക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നുണ്ട് സ്ഥലത്ത്, ഇടയ്ക്ക് നല്ല വെയിലുണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിലും അവർ കൃത്യമായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ മൺകൂനയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ആ മൺകൂനയ്ക്ക് മുകളിലുള്ള കല്ലും പാറ കഷ്ണങ്ങളും ഒക്കെ മണ്ണുമൊക്കെ മാറ്റിക്കൊണ്ട് വേണം ഇതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ആ ലോറി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. അതിന്റെ അടുത്തേക്കുള്ള ആ പ്രയാണത്തിൽ തന്നെയാണ് അവർ. അതിനിടയ്ക്കാണ് ഈശ്വർ മാൽപേക്ക് ഇത്തരത്തിൽ ഒരു അപകടം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹം ഒഴുക്കിൽ പെട്ടു എന്നുള്ള വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നു. എന്തായാലും നേവി സംഘം അദ്ദേഹത്തെ രക്ഷിച്ച് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നമുക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. കാരണം ഇവരൊക്കെ ഏത് കുത്തിയൊലിക്കുന്ന വെള്ളത്തിലും ഇറങ്ങി അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എത്ര മൃത ശരീരങ്ങൾ ഉണ്ടെങ്കിലോ ഇപ്പോൾ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തി കൊണ്ടുവരുന്ന വിദഗ്ധരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നമുക്ക് പ്രതീക്ഷ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇന്നും അർജുന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഭാര്യയ്ക്കും അച്ഛനും ശിരൂരിലേക്ക് പോകാനുള്ള അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട്. സഹോദരൻ ജിതിൻ അവിടെ തന്നെ ഉണ്ട്. ഈ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ ഇനി എന്താകും അർജുന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ക്യാമറാമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.